ചോറിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നല്ല മണം കിട്ടുന്ന നല്ല സ്വാദുള്ള തിരുവനന്തപുരം സ്റ്റൈൽ എരിശ്ശേരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിനായിട്ട് മെയിനായിട്ട് 2 കാര്യങ്ങൾ വേണം: ചെറുപയറും മത്തനും. രണ്ടിനും 2 വേവാണ്. സോ നമുക്ക് പയർ ആദ്യം ഒരു വിസിൽ കേൾപ്പിച്ചെടുത്തതിന് ശേഷം മത്തൻ കഷ്ണങ്ങളും ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു വിസിലും കൂടെ കേൾപ്പിക്കുമ്പോൾ രണ്ടും ഈക്വലി വെന്തിട്ടുണ്ടാവും. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് മാഷ് ചെയ്ത് ഉടച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അരപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 പിടി തേങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്, ഈ ക്വാണ്ടിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ആദ്യം ഇതൊന്ന് അരയ്ക്കാം. ബാക്കി സാധനങ്ങളുണ്ട്, പക്ഷേ രണ്ടിനും 2 അരവാണ്. ഇത് ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഇടേണ്ടത് പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 3-4 ചെറിയ ഉള്ളി, ഒരു 2 കഷ്ണം വെളുത്തുള്ളി, എരിവിന് പച്ചമുളക്, ഇത്രയും ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. അത് ഒരുപാട് അരയേണ്ട കാര്യമില്ല. നമ്മൾ കല്ലിലൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചതച്ച് ഉടച്ചെടുക്കില്ലേ, അത് മതി കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ 2ആയിട്ട് അരച്ചത്. അതും കൂടെ ഒരു പൾസ് ചെയ്തെടുക്കുമ്പോൾ അരപ്പ് റെഡിയായിട്ടുണ്ടാവും. പിന്നെ വെന്ത മത്തൻ ചെറുപയർ കഷ്ണങ്ങളിലേക്ക് ഇത് ഒഴിച്ചിട്ട് വെള്ളം കൂടെ ഒഴിക്കുക. ഇതൊരു ഒഴിച്ചുകറിയാണല്ലോ, അപ്പോൾ നന്നായിട്ട് വെള്ളം വേണം. പിന്നെ ഇത് ഇരുന്ന് കുറുകയും ചെയ്യും. പിന്നെ അതിൻ്റെ മാജിക്കൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള കറിവേപ്പില, ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതിന് നന്നായിട്ട് തിളപ്പിച്ച് പതപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, കടുക് താളിക്കലാണ്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കുക, മുളകിട്ട് കൊടുക്കുക. പിന്നെയാണ് നമ്മൾ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 1 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നല്ല മണം വരും. ഇത് മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റൈൽ എരിശ്ശേരി ആയി കഴിഞ്ഞു. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.